സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യം ആദ്യഘട്ട വോട്ടെടുപ്പിൻ്റെ ദിവസമാണിന്ന്. നമ്മുടെ പോളിങ്ങിൻ്റെ അവസാന നാളുകളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളാകെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ അവസരം ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ രാഷ്ട്രത്തിന് വലിയ തോതിലുള്ള ആപത്ത് സംഭവിക്കും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. ആ കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹവും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന നിലയാണ് വന്നു ചേർന്നിട്ടുള്ളത്. അത്ര കണ്ട് നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന നടപടികൾ പരിഷ്കൃത ലോകത്തിന് ചേരാത്ത തരത്തിലുള്ളതായി മാറി. എല്ലാ രാജ്യവും അല്ലെങ്കിൽ മിക്ക രാഷ്ട്രങ്ങളും പല ഘട്ടങ്ങളിലായി അഭയാർത്ഥി പ്രശ്നം നേരിടാറുണ്ട്. അഭയാർത്ഥികളെ ഒരു രാഷ്ട്രവും വിവേചനത്തോടെ കാണാറില്ല. മതാടിസ്ഥാനത്തിൽ അഭയാർത്ഥികളെ വേർതിരിക്കാറില്ല. പരിഷ്കൃത ലോകത്തിൻ്റെ സമീപനമാണത്. പക്ഷേ നമ്മൾ തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് എടുത്തത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിലെ അഭയാർത്ഥികൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അവിടുന്ന് വന്നവർ എത്രയോ കാലമായി ഇവിടെ കഴിയുകയാണ്. ഇപ്പോൾ BJP ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമ ഭേദഗതിയിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്നതാണ് പൊതുവായി സ്വീകരിച്ചിട്ടുള്ളത്. ഈ അഭയാർത്ഥികളിൽ 6 വിഭാഗത്തിന് മാത്രമേ പൗരത്വം നൽകൂ എന്നും നിയമപ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതിൽ ഒഴിവാക്കപ്പെട്ട മുസ്ലിം അടക്കമുള്ള വിഭാഗങ്ങൾ, ഇത് ലോകം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ നടപടിയെ അപലപിക്കാൻ അമേരിക്കയടക്കം തയ്യാറായി. അമേരിക്കയുടെ പേര് പ്രത്യേകമായി പറയുന്നത് അമേരിക്കയോടൊപ്പം ഇന്ത്യയെ ചേർത്ത് നിർത്താൻ നരേന്ദ്രമോദിയുടെ സർക്കാർ വലിയ വ്യഗ്രതയാണ് കാണിച്ചിരുന്നത്. നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുന്ന നിലയാണ് മോദി സർക്കാർ സ്വീകരിച്ചത്. അമേരിക്കക്ക് അതിൽ പരം സന്തോഷമുണ്ടാകാനില്ല. പക്ഷെ അവർക്ക് ഈ നടപടി, ഈ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയ നടപടി അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടിയെ
അവരടക്കം ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. നമ്മുടെ രാജ്യത്തുണ്ടായ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം ഏതൊരാൾക്കും വ്യക്തമാകും. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 10 വർഷമായി അധികാരത്തിലാണ്. 2014 രണ്ടാം UPA സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളിൽ മനംമടുത്ത് കഴിയുന്ന ജനങ്ങളുടെ മുന്നിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ്, ഓർമ്മയില്ലേ, 15 ലക്ഷം രൂപ ഓരോ ആളുടെയും അക്കൗണ്ടിൽ, അതുവരെയായിരുന്നു വാഗ്ദാനം. അങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് ജനങ്ങളെ വ്യാമോഹിപ്പിച്ച് മോദി ഗവൺമെൻറ് അധികാരത്തിലേറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ വാഗ്ദാനങ്ങളെക്കുറിച്ച് ആലോചിച്ചതേയില്ല. ചെയ്തതെല്ലാം പഴയതിനേക്കാൾ കടുത്ത ജനദ്രോഹ നടപടികൾ. പഴയതെന്ന് പറയുമ്പോൾ തൊട്ടു മുന്നിലുണ്ടായ രണ്ടാം UPA സർക്കാർ, കോൺഗ്രസിൻ്റെ നയം, അത് ജനദ്രോഹ നയമായിരുന്നു. അത് കോൺഗ്രസിൻ്റെ നയമാണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ ആ നയം തിരുത്തുമെന്ന് ജനങ്ങളോട് പറഞ്ഞെങ്കിലും നയം തിരുത്താൻ തയ്യാറായില്ല. കൂടുതൽ കടുത്ത ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങി. അത് BJPയുടെ നയം. അപ്പോൾ കോൺഗ്രസ് നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെ നയം, BJP നടപ്പാക്കിയത് BJPയുടെ നയം. പക്ഷേ ജനങ്ങൾക്ക് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കടുത്ത ദുരിതമാണ് സമ്മാനിച്ചത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാനാവാത്ത അവസ്ഥ. യഥാർത്ഥ വസ്തുതയും അതാണ്. ഇത് രണ്ടും രണ്ടല്ല, ഒന്നാണ് എന്നതാണ് നില. അതായത് സാമ്പത്തിക നയം കോൺഗ്രസിൻ്റേതും BJPയുടേതും വ്യത്യാസമില്ലാതെ ഒന്നാണ്, ഒരേ സാമ്പത്തിക നയമാണ്. ആ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ്. സമ്പന്നരെ അതിസമ്പന്നരാക്കുന്നു, അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കാനുള്ള നീക്കങ്ങളുണ്ടാകുന്നു. അപ്പോൾ സമ്പന്നർക്ക്, അതിസമ്പന്നർക്ക്, കോർപ്പറേറ്റുകൾക്ക് എല്ലാം വേണ്ടിയുള്ളൊരു ഭരണം. അതേസമയം പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുനിലയെടുത്താൽ തന്നെ ഇത് കാണാൻ സാധിക്കും. ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ദാരിദ്ര്യം അടിസ്ഥാനപ്പെടുത്തിയൊരു പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ നമ്മുടെ സ്ഥാനം 107-ാം സ്ഥാനത്താണ്. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ ആ പട്ടികയിൽ 14 രാഷ്ട്രങ്ങളിലുണ്ട്. അത്ര പരിതാപകരമാണ് നമ്മുടെ നില. രാഷ്ട്രങ്ങളെ എടുത്താൽ ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ നയത്തിൻ്റെ ഭാഗമാണ് നാം കാണേണ്ടത്. 107 എന്ന സ്ഥാനം നേരത്തെ 108 107 നേരത്തെ 55,000 107 വീണത്. അപ്പോൾ
ഏത് രീതിയിൽ പാവപ്പെട്ടവരെ പാപ്പരീകരിക്കുന്ന ജനവിരുദ്ധ നിലപാടും നയവുമാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതാണ് ബി ജെ പിയുടെ പൊതുവായ നയം. അതേസമയം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസിൻ്റെ നയം നടപ്പാക്കാൻ ബാധ്യപ്പെട്ട പാർട്ടിയാണ്. ആർ എസ് എസ് നേതൃത്വം അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ആർ എസ് എസ് നമ്മുടെ രാജ്യത്ത് മറയില്ലാതെ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം എന്തെല്ലാം വിലമതിക്കുന്നുണ്ടോ ആ വിലമതിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആർ എസ് എസ് എതിരാണ്. അതിനേക്കാളും ദൗർഭാഗ്യകരമായ വശം ഈ എല്ലാ കാര്യങ്ങൾക്കും എതിരായ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവരാണ് രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യപ്പെട്ടവർ. പക്ഷേ ആ മൂല്യങ്ങൾ സംരക്ഷിക്കാനല്ല, ആ മൂല്യങ്ങൾ തകർക്കാനാണ് ആർ എസ് എസ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ നയത്തിനനുസൃതമായി രാജ്യത്തിൻ്റെ പ്രധാന മൂല്യങ്ങളെല്ലാം തകർക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കളമൊരുക്കുന്ന നടപടികളാണ് ആദ്യത്തെ 5 വർഷം 2014 മുതൽ 2019 വരെ മോദിയുടെ ഗവൺമെൻറ് ചെയ്തത്. 2019 ആയപ്പോൾ രണ്ടാമതൊരു ഒഴിവും അവർക്ക് കിട്ടി. അപ്പോൾ തനി നിറം പുറത്തെടുത്തു. ആർ എസ് എസ് അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കൽ ആരംഭിച്ചു. നേരത്തെ തന്നെ ആർ എസ് എസ് നയത്തിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് എടുത്തിരുന്നത്. പ്രത്യക്ഷ നടപടി അതിന് വേഗത കൂടി. അപ്പോൾ ആദ്യം മതനിരപേക്ഷതയുടെ കടക്കലാണ് കത്തിവെക്കേണ്ടത് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ് പൗരത്വ നിയമ ഭേദഗതി. ഇതാണ് നാം കാണേണ്ട വസ്തുത. ഇതിൽ നാം പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ, പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ രാജ്യമാകെ ബാങ്ക് കഴിഞ്ഞാകാം.
ഈ പൗരത്വ നിയമ ഭേദഗതി രാജ്യമാകെ എതിർത്ത ഒന്നാണ്. കാരണം മതനിരപേക്ഷ മനസ്സുള്ളവർക്ക് ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധം അതിനെതിരെ ഉയർന്നു വന്നു. നമ്മുടെ രാജ്യതലസ്ഥാനത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ നാം കാണേണ്ട ഒരു പ്രത്യേകത, അതിൽ കോൺഗ്രസിൻ്റെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ സീതാറാം യെച്ചൂരി, ഡി രാജ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിരയാണ് ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്താണ് കോൺഗ്രസിൻ്റെ ആരെയും ആ നിരയിൽ കാണാൻ പറ്റാതിരുന്നത്? ആ പരിപാടിയിൽ കോൺഗ്രസ് ഉണ്ടായില്ല എന്നർത്ഥം. ഇത് ആ സമയത്ത് മാത്രമല്ല, പിന്നീടും ഡൽഹിയിൽ പ്രക്ഷോഭം കൂടുതൽ രൂക്ഷമായി. അപ്പോൾ സംഘപരിവാർ ഈ പ്രക്ഷോഭകരെ ആക്രമിക്കാൻ രംഗത്ത് വന്നു. ആ ഘട്ടത്തിൽ ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും ഈ സംഘപരിവാർ ആക്രമണത്തിനിരയായ ഇരകളുടെ സംരക്ഷണത്തിന് ഓടിയെത്തി. അവിടെയും കോൺഗ്രസിനെ കണ്ടില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നത്? ഇതിൻ്റെ തന്നെ മറ്റൊരു ചിത്രം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. കേരളത്തിലെ ഈ നിയമഭേദഗതി നടപ്പാക്കില്ല എന്ന് ആ ഭേദഗതി വന്ന ഉടനെ തന്നെ കേരളം പ്രഖ്യാപിച്ചു. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരുന്നു അത്തരമൊരു പ്രഖ്യാപനം നടത്തിയ. അവിടെ നിർത്തിയില്ല. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധ സംഗമം, തുടർന്ന് സർവകക്ഷി യോഗം, അതിനെ തുടർന്ന് പ്രത്യേക നിയമസഭാ യോഗം, അതിൽ ഈ പരിപാടിയെ വിമർശിച്ചുകൊണ്ട് നിയമഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഏകണ്ഠമായി അംഗീകരിക്കരുത്. ഇതെല്ലാം പ്രതിപക്ഷവും കൂടി പങ്കെടുത്ത്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് നടന്നത്. പക്ഷെ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം അന്നത്തെ KPCC പ്രസിഡന്റ് പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു. കേന്ദ്രം ഒരു നിയമം പാസ്സാക്കിയാൽ ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കി നടപ്പാക്കാതിരിക്കാൻ കഴിയുമോ? ചരിത്ര നിഷേധമുള്ളൊരു ചോദ്യമായിരുന്നു അത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിക്കുന്നു എന്ന പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിനോടൊരു ചോദ്യം ഇവിടെയാണ്. അതാണ് രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന BJPയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. പക്ഷേ ആ BJPയെ
എന്തുകൊണ്ട് എതിർക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ കണ്ടില്ല? അതാണ് കോൺഗ്രസ്സിനുള്ള ഞങ്ങളുടെ ചോദ്യം. ഇവിടെ കേരളത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർ KPCC പ്രസിഡന്റ് പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചത് എന്ത് കാരണത്താലാണ്? ഞങ്ങൾ അനുമാനിക്കുന്ന കാരണം ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് രാജ്യത്തെവിടെയും കോൺഗ്രസ് ഇതിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ മാത്രം ഇങ്ങനെ പോകേണ്ടതില്ല. നിങ്ങളതിൽ നിന്ന് പിൻവാങ്ങണം എന്ന് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നു. അവർ പിൻവാങ്ങുന്നു. ഇതല്ലേ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അത് പറയണം. ഞങ്ങൾ ഈ വിമർശനം കുറച്ച് നാളായിട്ട് ഉന്നയിക്കുകയാണല്ലോ. അത് നിങ്ങൾ കേൾക്കാതിരിക്കുന്നില്ലല്ലോ. എന്തേ നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ മടി? നിങ്ങളല്ല, കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം അത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടില്ല. വസ്തുത അതാണെങ്കിൽ അത് പറയൂ. പോട്ടെ, ഇതൊക്കെ 4 വർഷം മുൻപുള്ള കാര്യമാണ്. പക്ഷേ അന്ന് തന്നെ നാം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർക്കണം. കേരള സർക്കാർ ഈ നിയമഭേദഗതി ഭരണഘടന പ്രകാരമല്ല എന്ന് കണ്ട് അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. ഇപ്പോൾ ചട്ടഭേദഗതി വന്നപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി ആ സൂട്ടിനെ ശക്തിപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം പ്രത്യേകം ചുമതലപ്പെടുത്തി. നിങ്ങളിൽ പലരും ആ ഘട്ടത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDF സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവരായിരിക്കും. എന്തിനാണ് ഈ പരിപാടികളെല്ലാം? നമ്മുടെ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ, തുടർന്ന് ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്നത്. ആ ആശങ്കപ്പെടുന്ന കോടാനുകോടി ജനങ്ങളോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശം എത്തിക്കലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. നിങ്ങളെവിടെ എന്ത് നിലപാട് എടുത്തു കോൺഗ്രസ്, രാഹുൽ ഗാന്ധി? അതിനല്ലേ മറുപടി പറയേണ്ടത്. പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ചട്ടഭേദഗതി വന്നു, എല്ലാവരും അതിനെതിരെ പ്രതികരിച്ചു. കോൺഗ്രസിൻ്റെ പ്രതികരണം ആരെങ്കിലും കണ്ടോ? കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനോട് ഏകദേശം ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ചട്ടഭേദഗതിയെക്കുറിച്ച്? ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ മറുപടി രാത്രി ആലോചിച്ച് മറുപടി പറയാം. എന്തൊരു പരിഹാസ്യ നിലപാടാണെന്ന് നോക്കണം. എന്താണ് അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? രാഹുൽ ഗാന്ധിക്ക് പരാതി അദ്ദേഹത്തെ വിമർശിക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി നിങ്ങളെ വിമർശിച്ചത് ഇവിടെയാണ്. അതൊന്നുകൂടി കേട്ടോളൂ. രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്രയിൽ രാജ്യത്തുള്ളതും ലോകത്തുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഖമാന്നൊരക്ഷരം അദ്ദേഹം ശബ്ദിക്കുന്നില്ല. എന്തേ അങ്ങനെ വരാൻ കാരണം? നിങ്ങൾ അവസാനം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നാലെങ്കിലും പ്രതികരിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു. പ്രതികരിച്ചോ? എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്?
സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി BJP സർക്കാർ സ്വീകരിക്കുന്ന ഒരു നടപടിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ നിങ്ങൾക്കെന്തിന് അറച്ചു നിൽപ്പ്? അത് സംഘപരിവാർ മനസ്സുള്ളവർ മാത്രമല്ലേ അങ്ങനെ നിൽക്കേണ്ടത്? നിങ്ങൾ സംഘപരിവാർ മനസ്സിനോടൊപ്പം ഒട്ടി നിൽക്കുകയാണോ? ഇപ്പോൾ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്ന സമയമാണ്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കി. രണ്ടിലും അർത്ഥശങ്കക്കിടയില്ലാതെ പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും കൃത്യമായി പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. ഈ ഭാഗമുണ്ടോ? പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി ഒരക്ഷരം പറയുന്നില്ല. എന്താണിങ്ങനെ? ഞങ്ങളതിനെക്കുറിച്ച് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവ് അതിന് മറുപടി പറഞ്ഞു, ഇതിലെല്ലാം ഉണ്ട് എന്ന്. അതും ആ പ്രകടന പത്രിക വെച്ച് പറഞ്ഞ പേജും ഖണ്ഡികയെല്ലാം എടുത്ത് കാണിച്ചുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചു. അതോടെ ആ കള്ളി വിളിച്ചതായി. പിന്നീട് നമ്മുടെ KPCCയുടെ പ്രസിഡന്റിനെ ചുമതല വഹിക്കുന്ന UDF കൺവീനറോട് മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹമുള്ള കാര്യം നേരെ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല, അതിനെന്ത് വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നിങ്ങൾക്കെന്ത് വേണം? അതാണ് ശരി, കൃത്യമായിട്ടത് പറഞ്ഞു. നിങ്ങൾക്ക് പറയാൻ മനസ്സില്ല. എന്തുകൊണ്ടാണ് മനസ്സില്ലാതായത്? നിങ്ങളുടെ മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ടോ? നിങ്ങൾ പൂർണ്ണമായി സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞോ? അതൊക്കെ നിങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യമാണല്ലോ. രാജ്യത്തിൻ്റെ മുന്നിൽ ആശങ്കയിൽ കഴിയുന്ന കോടാനുകോടി ജനങ്ങളല്ലേ ഉള്ളത്. അവരുടെ മുന്നിൽ കാര്യങ്ങൾ വ്യക്തമാക്കണ്ടേ? ഇതാണ് രാജ്യത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്നത് ഈ കാര്യത്തിൽ നാം കാണണം. ഇതിന് മാത്രമാണോ? RSS അജണ്ട നരേന്ദ്രമോദിയുടെ 2ാം ഊഴത്തിൽ നടപ്പാക്കുന്നത് ഇത് മാത്രമല്ല. RSS തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ പറയുന്നൊരു കാര്യം. അത് ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യണം എന്നതാണ്. ആ അജണ്ട നടപ്പാക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് തീരുമാനിച്ചു. ഒരു ദിവസം പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കടലാസ് എടുത്തൊരു വായനയാണ്. ഒന്ന്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ വകുപ്പ് 370 റദ്ദ് ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി മുറിക്കുന്നു. എന്താണിത്? ഇതൊക്കെ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല, ഞങ്ങൾ തോന്നിയത് ചെയ്യും. ഇതാണ് സംഘപരിവാർ നിലപാട്. ആ നിലപാടാണ് BJP ഗവൺമെൻറ് നടപ്പാക്കിയത്. രാജ്യത്താകെ കടുത്ത പ്രതിഷേധം ഉയർന്നു വന്നു. അതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ശബ്ദം ഉയർന്നോ? പാർലമെൻറ്റിനകത്തും പുറത്തും ഈ പ്രശ്നത്തിൽ ഉയരേണ്ട രൂപത്തിൽ കോൺഗ്രസിൻ്റെ ശബ്ദം ഉയർന്നോ? സാങ്കേതികമായി വിയോജിച്ചിട്ടുണ്ടാവും. അതല്ലാലോ, പ്രശ്നത്തിൻ്റെ ഗൗരവമനുസരിച്ച് അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ? ഉണ്ടായില്ലാലോ. എത്ര കോൺഗ്രസ്സുകാർ BJPയെ രഹസ്യമായി ചെന്ന് കണ്ട് അഭിനന്ദിച്ചു. ഒരാളെ കാര്യം പരസ്യമാണ്, അത് രഹസ്യമല്ല. രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ്, അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല. എന്തൊരു മഹത്തായ കാര്യമാണ്
BJP ചെയ്തത്? ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞില്ലേ? സംസ്ഥാന പദവി എടുത്തു കളഞ്ഞില്ലേ? ഇതിൽ പരം മഹത്തായൊരു കാര്യമുണ്ടോ? അദ്ദേഹം ആവേശഭരിതനായി കോൺഗ്രസിൽ നിന്നിറങ്ങി BJPയിൽ ചേർന്നു. BJP അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം വീണ്ടും കൊടുത്ത് രാജ്യസഭയിലേക്ക് അയച്ചു. ഇത്തരത്തിലുള്ള എത്ര സംഘപരിവാർ മനസ്സുകാർ കോൺഗ്രസിൻ്റെ നേതൃതലത്തിലുണ്ട്? അതല്ലേ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ കഴിയാതിരുന്നത്? ഇവിടെ നമ്മൾ മറ്റൊന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോയ പാർലമെൻറ്റ് അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങൾ, അവസാനത്തെ കണക്കനുസരിച്ച് 18 UDFഉം 2 LDFുമാണ്. ആലപ്പുഴയിലും കോട്ടയത്തുമുള്ള ആരിഫും തോമസ് ചാഴിക്കാടനും LDFിൻ്റെ എംപിമാർ, ബാക്കി 18 പേരും UDFുകാർ. ഈ 18 അംഗ സംഘം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരത്തോട്, കേരളത്തിൽ നിന്ന് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അയച്ച വോട്ടർമാരുടെയും ജനങ്ങളുടെയും വികാരത്തിനനുസൃതമായി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എത്രയെത്ര സംഭവങ്ങൾ! ഈ വോട്ട് ചെയ്തവർ വല്ലാതെ വേദനിച്ച ഘട്ടങ്ങൾ. ഇവരെയാണല്ലോ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചത് എന്നാലോചിച്ചു പോയ ഘട്ടങ്ങൾ ഉണ്ടായി. ഈ പറഞ്ഞ RSS അജണ്ട നടപ്പാക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി എവിടെയെങ്കിലും കണ്ടോ? 18 അംഗ സംഘത്തെ പാർലമെന്റിൽ ശബ്ദമുയർന്നോ? കേരളത്തിൻ്റെ ശബ്ദം അങ്ങനെ പ്രതിധ്വനിക്കില്ലേ പാർലമെന്റിൽ? ഈ 18 നിശബ്ദമായപ്പോൾ മങ്ങിപ്പോയില്ലേ? ഡൽഹിയിൽ കനത്ത പ്രക്ഷോഭം നടക്കുന്നു. അപ്പോൾ പലരും കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ വീട്ടിലെ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. അതല്ലേ വസ്തുത? എവിടെയും ഇവരെ കണ്ടില്ല. ജമ്മു കാശ്മീരിൻ്റെ പ്രശ്നം വന്നപ്പോഴും ഇതേ നില അവരെ കണ്ടില്ല. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ ബാധിക്കുന്ന സംഘപരിവാർ ഇടപെടൽ, അതിനോട് നിസ്സംഗതയും സംഘപരിവാർ മനസ്സിനോട് ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള സമീപനവും ഈ 18 അംഗ സംഘത്തിൽ നിന്നുണ്ടായില്ലേ? ഇതിൻ്റെ തുടർച്ചയായി ചില നിയമനിർമ്മാണങ്ങൾ വന്നു. അതിലൊന്നായിരുന്നു NIA. നല്ല കടുത്ത നിയമമാണത്. അതിനെ കൂടുതൽ കടുപ്പിക്കാനുള്ള ഭേദഗതിയാണ് വന്നത്. എന്താ ലക്ഷ്യമെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. എതിർത്തോ കോൺഗ്രസ്? എതിർക്കാൻ ഒരു കോൺഗ്രസ്സുകാരനുണ്ടായില്ല. ലോക്സഭയിൽ ആകെ 6 പേരാണ് എതിർത്തത്. അതിലൊരാൾ ആലപ്പുഴയിലെ ആരിഫായിരുന്നു. എവിടെ പോയി നമ്മുടെ 18 അംഗ സംഘം? UAPA, രാജ്യത്തെ വലിയൊരു കരിനിയമം. ആ കരിനിയമം കൂടുതൽ കരിനിയമമാക്കാനുള്ള നടപടികളുമായിട്ട് പോകുന്നു. ആ നടപടികളെ കോൺഗ്രസ് എതിർത്തോ? ഭേദഗതി എതിർത്തോ? കോൺഗ്രസ് BJPയോടൊപ്പം നിന്നു. ഈ 18 അംഗ സംഘത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ? അവരെതിർക്കുന്ന കൂട്ടത്തിൽ കണ്ടോ? ഇതല്ലേ നമ്മുടെ അനുഭവം. രാജ്യത്ത് എത്രയെത്ര അനുഭവങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ. മതനിരപേക്ഷതയുടെ ഭാഗമായി മതനിരപേക്ഷത സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളണ്ടേ? അതുണ്ടായില്ലല്ലോ. ഈ കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ടാണല്ലോ ഇവരെല്ലാം തിരഞ്ഞെടുത്ത് പോയത്. ഇവർ കേരളത്തിൻ്റെ പ്രതിനിധികളായി കേരള താല്പര്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചോ? ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്ന്
ഒരുപാട് വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ കേരളത്തെ വലിയ തോതിൽ വികസിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളെ സഹായം ഞങ്ങൾ കണ്ടതാണല്ലോ. ഒരാപൽ ഘട്ടത്തിലാണല്ലോ സഹായിക്കേണ്ടവർ കൃത്യമായി സഹായിക്കേണ്ടത്. നിങ്ങൾ എന്തായിരുന്നു അപ്പോൾ ചെയ്തത്? 2018 മഹാപ്രളയം, കേരളം തകർന്നടിഞ്ഞു പോകുന്നു. കേരളത്തെക്കുറിച്ച് നമ്മെ അറിയാവുന്നവരെല്ലാം വല്ലാതെ വേദനിക്കുന്നു. നിങ്ങൾ സഹായിച്ചോ? സഹായം തരാമെന്ന് പറഞ്ഞവരുടെ സഹായം നിങ്ങൾ മുടക്കിയില്ലേ? അപ്പോഴല്ലേ യഥാർത്ഥത്തിൽ സഹായിക്കേണ്ടിയിരുന്നത്? ആ നിങ്ങളാണോ ഇനി സഹായിക്കാൻ തയ്യാറാകുന്നത്? കേരളത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യവും നിഷേധിക്കുന്ന നിലപാടല്ലേ നിങ്ങളെടുത്തത്? കേരളത്തിൻ്റെ ആരോഗ്യരംഗം ആരും സമ്മതിക്കുന്നതല്ലേ? വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെടുന്ന രംഗമല്ലേ? ലോക അംഗീകാരം നേടിയ രംഗമല്ലേ? പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു എയിംസ് ഇല്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരളത്തിനില്ല. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായി സ്ഥലം നാം എടുത്തിട്ടിരിക്കുന്നു. എത്ര തവണ നരേന്ദ്രമോദി നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വന്നു, സംസാരിച്ചു, തന്നോ? അർഹതയില്ലേ കേരളത്തിന്? നമ്മുടെ നാടിൻ്റെ വികസനത്തോട് നിങ്ങൾ കാണിക്കുന്ന സമീപനമല്ലേ അത്? നിങ്ങളിപ്പോൾ അതിവേഗ റെയിലിനെ കുറിച്ച് പറയുന്നു. ഞങ്ങൾ ഈ നാട്ടിലെ റെയിൽ യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാനുള്ള നിർദ്ദേശമാണല്ലോ വെച്ചത്. എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴുള്ള റെയിൽ ട്രാക്കിലൂടെ അതിവേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയില്ല. ഇപ്പോൾ വന്ദേ ഭാരത് വന്നപ്പോൾ പൊതുവിൽ യാത്രക്കാർ സൗകര്യം വർദ്ധിക്കുകയാണോ ചെയ്തത്? വന്ദേ ഭാരത് ഓടുമ്പോഴുള്ള സൗകര്യം മാത്രമല്ലല്ലോ, മറ്റുള്ള ദുരിതം വർദ്ധിക്കുകയല്ലേ ചെയ്തത്. എന്തുകൊണ്ടാണത്? അതിനുള്ള ശേഷി നമ്മുടെ ട്രാക്കിനില്ല. ഇപ്പോൾ പുതിയ ട്രാക്ക് വേണം, അതിലൂടെ പുതിയ വണ്ടികൾ വേണം. അതായിരുന്നല്ലോ കേരളം സമർപ്പിച്ച നിർദ്ദേശം. റെയിൽവേ ആകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പാക്കാനാവൂ. നിങ്ങൾ അനുമതി തരില്ല എന്ന നിലപാടെടുത്തു. രാഷ്ട്രീയമായ കാരണമല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ കേരളത്തോടുള്ള വിവേചനം അല്ലാതെ വേറെന്തെങ്കിലും കാരണമുണ്ടോ? നിങ്ങളാണോ ഇപ്പോൾ അതിവേഗ റെയിലിനെ പറ്റി പറയുന്നത്? അതിവേഗ റെയിലാണ് നിങ്ങളുടെ നിർദ്ദേശമെങ്കിൽ ആ നിർദ്ദേശം നിങ്ങൾ കേരളത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ? ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്യാൻ തയ്യാറായോ? നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നൽകുന്ന, ആളുകളുടെ മുന്നിൽ വെക്കുന്ന, നടപ്പാക്കേണ്ടതില്ല എന്ന് നിങ്ങൾ തന്നെ നേരത്തെ 2 തെരഞ്ഞെടുപ്പിലും നടപ്പാക്കിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ? അതല്ലേ വസ്തുത? അങ്ങനെ ജനങ്ങളെ കേരളത്തിൽ പറ്റിക്കാനാവുമോ? ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ ശബ്ദം നമ്മൾ കേട്ടോ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ സമീപനത്തെ അവരുടെ മുഖത്ത് നോക്കി വിമർശിക്കുന്ന ലോക്സഭാംഗങ്ങളെ ലോക്സഭയിൽ നമ്മൾ കണ്ടോ? എന്താ ഇവർക്ക് ശബ്ദിക്കാൻ മടി? എന്താണ് ഇവർക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ നിലപാടിനെ വിമർശിക്കാൻ ഉൾഭയം? നേരത്തെ സംഘപരിവാർ മനസ്സിനോട് ചേർന്ന് നിൽക്കരുത്. നിങ്ങൾക്കെങ്ങനെ BJPയുടെ കേരള വിരുദ്ധ മനോഭാവം വന്നു? ഇപ്പോൾ നമ്മുടെ നാടിനെ വല്ലാതെ പ്രയാസപ്പെടുത്തത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തികമായ ഉപരോധം,
ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം എല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായി. നമ്മൾ അവസാനം ഒരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അതിനു മുൻപ് നിരവധി തവണ പ്രധാനമന്ത്രി, ധനമന്ത്രി എല്ലാ വാതിലും പോയി മുട്ടി, കണ്ടു, സംസാരിച്ചു. ഒരു ഫലവും ഇല്ല. കേരളം പോലൊരു സംസ്ഥാനം സുപ്രീം കോടതിയുടെ മുൻപാകെ നൽകിയ ഹർജിയിൽ പറയാണ്, 7 വർഷം ഞങ്ങൾക്ക് ലഭിക്കേണ്ട 1,07,500 കോടിയിൽ പരം രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞത്. ആലോചിക്കണം. നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിൽ വെച്ച് പൂട്ടിയിടാനല്ലോ ഈ 1,07,500 കോടിയിൽ പരം രൂപ. അത് നാട്ടിൽ ചെലവഴിക്കേണ്ടതല്ലേ? വിവിധ മേഖലകളിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ചെലവഴിക്കേണ്ട തുകയല്ലേ? അതല്ലേ തടഞ്ഞത്? ആ തടഞ്ഞ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ശബ്ദം കേട്ടോ? ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേട്ടോ? ബാക്കി 2 വിട്ടുകളാ. ഈ 5 വർഷം ഉണ്ടായോ? എന്തേ ഇവർക്ക് ശബ്ദിക്കാൻ മടി? ഇപ്പോ നരേന്ദ്രമോദി പറയാണ്, സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്ത് തിരിച്ചടി കേരളത്തിന് കിട്ടി. സുപ്രീം കോടതി തിരിച്ചടിയാണ് കിട്ടിയത്. സുപ്രീം കോടതി പറഞ്ഞു, ഇതെന്താണ്, നിങ്ങൾ 2 ഗവൺമെന്റുകളല്ലേ, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യറോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നേരത്തെ ചർച്ചയ്ക്ക് തയ്യാറാണ്. കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയാൻ വിഷമം. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ആലോചിച്ച് പറഞ്ഞു, ഞങ്ങളും ചർച്ച ചെയ്യാൻ. ചർച്ചയ്ക്ക് പോയപ്പോൾ മുട്ടാപ്പോക്ക് നയം തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്. നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത കേസ് പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. എന്താണ് നിലപാട്? എല്ലാ കാര്യവും സുപ്രീം കോടതിയുടെ മുൻപാകെ പറഞ്ഞു. സുപ്രീം കോടതി എന്താ ചെയ്ത്? സുപ്രീം കോടതി ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട്, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? 13,000 കോടിയിലധികം രൂപ കേരളത്തിന് അർഹതപ്പെട്ട പണമല്ലേ? ആദ്യം നിങ്ങൾ അത് അനുവദിക്കൂ. അപ്പോൾ അനുവദിച്ചു. നാം കാണേണ്ടത് അത് നമുക്കൊരു ഔദാര്യമായി കിട്ടുന്നതല്ല, നമുക്ക് അർഹതപ്പെട്ട പണമാണ്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട 13,000 കോടിയിൽ പരം രൂപ അത് ലഭിക്കുന്നതിനാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നത്. ഇവരെ നിലപാട് എന്തായിരുന്നു അപ്പോഴൊക്കെ? ഈ പറയുന്ന 18-അംഗ സംഘം ഒരനുഭവം പങ്കുവെക്കാം. 2 തവണ എംപിമാരുടെ യോഗത്തിൽ സംസ്ഥാന സർക്കാർ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒന്നിച്ച് സംയുക്തമായി ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം. സമ്മതിച്ചു. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ തയ്യാറല്ല. 2ാമത്തെ തവണ പറഞ്ഞു, ഞങ്ങൾ ഒപ്പിടാം, പക്ഷേ ഒരു വാചകം എഴുതണം. എന്താ അത്? കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് എഴുതണം. എങ്ങനെയുണ്ട്? എന്താ നിവേദനം? കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു, കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പിന്നാലെ എഴുതുക, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളെ സംസ്ഥാനത്തൊരു ഗവൺമെൻറ് ഉണ്ട്, ആ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത്രയധികം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചാരി നിന്ന ഒരു കൂട്ടരെ കാണാൻ പറ്റൂ. യഥാർത്ഥത്തിലുള്ള കേരള വിരുദ്ധ സമീപനമല്ലേ ഇത്? അതാണ് ഈ 18-അംഗ സംഘം. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ട കാര്യം, പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം. കേരളത്തിന് തിരിച്ചടിയാണോ ഏറ്റത്? ആ ഹർജിയിൽ തുറന്നു വാദം കേൾക്കുകയാണ് സുപ്രീം കോടതി. വാദം കേട്ട സുപ്രീം കോടതി അവസാനം പറയുന്നു, ഇവിടെ ഉന്നയിച്ചത് അതീവ ഗൗരവമായ പ്രശ്നങ്ങളാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്ത മേഖലയാണിത്. അതായത് സാമ്പത്തിക ഫെഡറലിസത്തും ലംഘിക്കുന്നു എന്നാണ് നമ്മുടെ പ്രധാന പരാതി.
ആ ഭാഗത്തേക്ക് ഞങ്ങൾ ഇതേവരെ കടന്നിട്ടില്ല. സുപ്രീം കോടതി വ്യക്തത വരുത്താത്തൊരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ ഈ ഗൗരവമായ വിഷയം വിശദമായി വാദം കേൾക്കേണ്ടതാണ്. അതിനായി 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. എന്താ അതിൻ്റെ അർത്ഥം? കേരളം ഉന്നയിച്ച കാര്യങ്ങൾ അതീവ ഗൗരവമായി സുപ്രീം കോടതി എടുത്തു. തള്ളുകയല്ല, സ്വീകരിക്കുകയാണ് ചെയ്തത്. കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് ചെയ്തത്. ആ പരിശോധന ദേശീയ തലത്തിലടക്കം പ്രാധാന്യമുള്ള ഒന്നായി മാറാൻ പോവുകയാണ്. അതല്ലേ കാണേണ്ടത്? ഈ കാര്യങ്ങളിൽ നാം കാണേണ്ടത് BJPക്ക് കേരളത്തോട് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. അതിനിടയാക്കിയ പല കാര്യങ്ങളുണ്ട്. ഇവർക്കെന്താണ്? ഇവരിവിടുത്തെ പ്രതിനിധികളായിട്ടല്ലേ പോയത്? ഈ 18 അംഗ സംഘവും UDF-ഉം കോൺഗ്രസും എങ്ങനെ കേരള വിരുദ്ധ സമീപനത്തിലെത്തി? ഏതായാലും നമ്മുടെ നാട്, ജനങ്ങൾ അത് പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവർ സ്വീകരിച്ചത് കേരള വിരുദ്ധ സമീപനമാണ്. ആ കേരള വിരുദ്ധ സമീപനത്തിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിലാകെ ഉയർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ പാർലമെൻ്ററി മണ്ഡലങ്ങളിലും LDF-ന് അനുകൂലമായ ശക്തമായ തരംഗം അലയടിച്ചുയരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ അനുഭവം. ഇവിടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ സഖാവ് എളമരം കരീമിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. സഖാവ് എളമരം കരീമിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ ഒരു കാരണവശാലും പരിചയപ്പെടുത്തേണ്ടതില്ല. എല്ലാവർക്കും ഒരു കുടുംബാംഗം പോലെ അദ്ദേഹത്തെ അറിയാവുന്നതാണ്. ആ രീതിയിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. എല്ലാ കാര്യങ്ങളിലും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം അതീവ ഭംഗിയായി നിറവേറ്റിയ പാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. നല്ല രീതിയിൽ നിലപാടുകളിൽ വ്യക്തതയോടെയും ആശയവ്യക്തതയോടെയും അദ്ദേഹം ഇടപെടാറുണ്ട്. രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും കോഴിക്കോട് മണ്ഡലത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായാലും അവയിലെല്ലാം നല്ല തെളിമയോടെ, നല്ല വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സഖാവ് എളമരം കരീമിന് കഴിയുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണ് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് വേണ്ടത് എന്ന് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നൊരു ഘട്ടമാണിത്. ആ രീതിയിൽ ഉത്തമനായ ഒരു ജനപ്രതിനിധിയായി സഖാവ് എളമരം കരീം മാറും എന്ന് ജനങ്ങളാകെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ സഖാവ് എളമരം കരീമിനെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.